അവിടെയൊക്കെ പലദേവ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നേരത്തെ ഷാജഹാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്തിനാണ് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ്? എന്നാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ നയം വ്യക്തമാക്കിയാൽ പോരെ. ഞങ്ങൾ ഫാഷിസം അടിച്ചേൽപ്പിക്കുകയാണ്, അതാണ് ഞങ്ങളുടെ നയം, ഞങ്ങൾക്കെതിരെ ആരും സംസാരിക്കരുത്, എഴുതരുത്, പറയരുത്, ഇതാണ് ഞങ്ങളുടെ നയം, പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടപടികൾ നേരിടേണ്ടി വരും അങ്ങ് പറഞ്ഞാൽ പോരെ. ഇതിപ്പം നിങ്ങൾ ഡൽഹിയിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ പിണറായി പ്രസ്താവന ഇറക്കും. കേരളത്തിൽ അങ്ങേയാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഒരു ആറ്റിറ്റ്യൂഡ്, സമീപനം ശരിയാണോ? ബഹുമാനപ്പെട്ട ഷാജഹാൻ ദില്ലി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ദില്ലി പോലീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ ഇവിടെ പറയും എന്ന് ഞാൻ വിചാരിച്ചാണ്. കാര്യം അദ്ദേഹം BJP കാരനൊന്നുമല്ല, ഒരു പഴയ കാല കമ്മ്യൂണിസ്റ്റാണ്. പത്രങ്ങളെയൊക്കെ എനിക്ക് തോന്നുന്നു, എന്റെ ഒരു അറിവതാണ്, ഇന്ത്യയിലെ ഇതിന്റെ പ്രധാനപ്പെട്ട ഏജൻസി എന്ന് പറയുന്ന പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ 2023 ഒക്ടോബറിൽ അവരൊരു പ്രസ് റിലീസ് നടത്തി. ആ പ്രസ് റിലീസിലെ പ്രധാനപ്പെട്ട വാചകം ഇതായിരുന്നു: At a time when violence marred needs utmost attention of the government, move by the state government would only make the matters worse and would be as seen as deliberate attempt to suppress the truth. It is a case of shooting the messenger rather than taking measures to restore peace in state. ഇത് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ ഇത് റിലീസ് എപ്പോഴാണെന്നറിയോ? സീമ മുസ്തഫ, സീമ ഗുഹ, ഭരത് ഭൂഷൺ, സഞ്ജയ് കപൂർ, ഇവർക്ക് 4 പേർക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതി നിരോധിച്ച 66A IT ആക്ട് ഒക്കെ വെച്ച് കേസെടുത്തു. എഡിറ്റേഴ്സ് ഗിൽഡിന്റെ പ്രവർത്തകരായിരുന്നു. ഈ എഡിറ്റേഴ്സ് ഗിൽഡിന്റെ പ്രവർത്തകർ എന്താ ചെയ്തത്? മണിപ്പൂരിൽ മാസങ്ങളോളം നീണ്ടുനിന്ന അക്രമത്തെക്കുറിച്ചും പള്ളികൾ നശിച്ചതിനെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിനെതിരെ സുപ്രീം കോടതി നിരോധിച്ച IT ആക്ടിലെ 66A കേസുകൾ ഉണ്ടെങ്കിൽ എടുക്കരുതെന്ന് പറഞ്ഞ 66A വകുപ്പ് അനുസരിച്ച് കേസെടുത്തപ്പോൾ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ പ്രസ് റിലീസാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് അവിടെ നിൽക്കട്ടെ. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ റിലീസാണ് അത്. അവരാണ് ഇന്ത്യയിലെ പ്രസിഡന്റ് മൊത്തം നിയന്ത്രിക്കുന്നത്, പ്രസ് ക്ലബ് ഓഫ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അവരാണ് ഇതിന്റെ അവസാനം. പിന്നെ 2 മെയ് മാസം 3 എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിവസമാണ്, വേൾഡ് പ്രസ് ഫ്രീഡം ഡേ. പേർക്ക് അറിയായിരിക്കും, അദ്ദേഹം പ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ആ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്ന എല്ലാ വർഷവും മെയ് മാസം 3-നാണ്. 2023 മെയ് 3-നും അവര് പ്രസിദ്ധീകരിച്ചു. അത് പ്രസിദ്ധീകരിക്കുന്നത് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന ഏജൻസിയാണ് അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നത്. 180 രാജ്യങ്ങളുടെ കാര്യങ്ങളാണ് അവരെടുത്തത്. അതിൽ 180ാമത് നിൽക്കുന്നത് നോർത്ത് കൊറിയയാണ്, 180ാമത്തെ രാജ്യം. ആദ്യത്തെ 5 രാജ്യങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. ഇന്ത്യക്ക് അതിനകത്തുള്ള സാധനം എന്ന് പറയുന്നത് 161. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പത്രപ്രവർത്തനങ്ങൾ എടുത്തുകൊണ്ട് അവര് പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യക്ക് കിട്ടിയ ഇൻഡെക്സ് എന്ന് പറയുന്നത് 161. 2, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ പത്രപ്രവർത്തകൻ, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ പത്രപ്രവർത്തകൻ പ്രണോയ് റോയും ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക റോയ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേരുള്ള ചാനലും അതായിരുന്നു ന്യൂഡൽഹി ടെലിവിഷൻ, NDTV എന്നറിയും. ഈ NDTV ഇന്ന് അദാനിയുടെ ഉടമസ്ഥയിലാണ്. CBI നിരവധി കേസുകൾ എടുത്ത് അവര് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും. ഞാനൊന്ന് പറയട്ടെ, എനിക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ. അവര് വിൽക്കാനുള്ള കാര്യം എന്താ? ഈ പ്രണോയ് റോയിയെയും രാധിക റോയിയെയും അറസ്റ്റ് ചെയ്യുകയും അവരുടെ വസ്തുവകൾ കണ്ടുകിട്ടി CBI നിരന്തരം അറസ്റ്റ് ചെയ്തു. അവര് ജയിലിൽ കിടന്നു. CBI പ്രണോയ് റോയ് ഒന്നും ജയിലിൽ കിടന്നില്ല. അടങ്ങിരി പ്രണോയ് റോയും അവരുടെ ഭാര്യ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ തരാം രേഖകൾ. ഒടുവിൽ ജീവിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ പറയട്ടെ, അവരുടെ ഓഫീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ അവരുടെ ഷെയറുകൾ അദാനിക്ക് വിറ്റു. അവിടെ നിൽക്കട്ടെ. അത് 2, BBC എന്ന് പറയുന്ന പത്രത്തിൽ എന്തിനാ റെയ്ഡ് നടത്തിയത്? ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അതിനകത്ത് ബന്ധമുണ്ട് എന്ന് അവരിന്ന് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ BBC എന്ന് പറയുന്ന അന്തർദേശീയ മാധ്യമം റെയ്ഡ് ചെയ്തു. ഇത് നല്ല പത്രപ്രവർത്തനമാണോ? ഞാൻ തിരിച്ച് കൗണ്ടർ എന്ന് പറയുക. ഇത് കൗണ്ടർ മാത്രമാണ്. ആ സിദ്ദിഖാപ്പനെ UP പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം കൂടി ഒന്ന് പറയും. അല്ല, ഞാനൊന്ന് പറയട്ടെ, അത് തീർച്ചയായിട്ടും തെറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ ഈ ലോകത്ത്
ഈ 161 സ്ഥാനമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യയിൽ പത്രത്തിനുള്ളത്. അപ്പൊ പിണറായി സർക്കാരിന് എത്ര കിട്ടുമായിരുന്നു? ഇതിപ്പോ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഷാജാൻ, എന്തെങ്കിലും ഇന്റർവ്യൂ അറിയാതെ. ഇതിപ്പോ മാത്രമല്ല, 17-ാം നൂറ്റാണ്ടിൽ ഈ ബ്രിട്ടനിൽ ഈ പത്രങ്ങൾക്ക് ഒരു ഇംപ്രിമാറ്റം എന്നൊരു സിസ്റ്റം കൊണ്ടുവന്ന് ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തതിനെതിരെ, അത് ഇംപ്രിമാറ്റം എന്നാണ് അതിന്റെ പേര്. അന്ന് അതിനെതിരെ ജോൺ മിൽട്ടൺ ഒരു ലേഖനം എഴുതിയായിരുന്നു, ആരിയോപജറ്റിക്ക എന്നൊരു ലേഖനം എഴുതിയായിരുന്നു. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എ ഗുഡ് ബുക്ക് ഈസ് ദ പ്രീഷ്യസ് ലൈഫ് ബ്ലഡ് ഓഫ് ആൻ ഇന്റലക്ച്വൽ മാസ്റ്റർ മൈൻഡ് embalmed and treasured upon the purpose of life beyond life. Preventing the birth of a book is as cruel as preventing the birth of a kid. അതിനെതിരെ അദ്ദേഹം പ്രതികരിച്ചാണ്. ഞാനും ആ ഭാഗത്തോട് നിൽക്കുന്ന ആളാണ്. ഒരു പത്രങ്ങളിലോ അതുപോലെ തന്നെ പുസ്തകങ്ങളിലോ ഈ രീതിയിലുള്ള ഒരു നിബന്ധനകൾ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരി, നിങ്ങൾ ചെയ്യുന്നത് മാത്രം തെറ്റാണെന്ന് തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. പത്രക്കാർക്കെതിരെ തെറ്റായ രീതിയിൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ അത് ഇവിടെ കേരളത്തിലുള്ളതിന്റെ 100 മടങ്ങ്. എന്തിനാ കേരളത്തിലെ മീഡിയ വൺ എന്ന് പറയുന്ന മാധ്യമം എന്തിനാ നിരോധിച്ച് സുപ്രീം കോടതി എടുത്ത് പുറത്തു കളഞ്ഞില്ലേ? എന്തിനാ നിരോധിച്ചത്? സുപ്രീം കോടതി ചവറ്റുകൊണ്ടൽ എടുത്ത് കളഞ്ഞില്ലേ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം? കേരളത്തിലെ മാധ്യമങ്ങളിൽ അതിനെന്താ അരുതമ്പേർക്ക് മറുപടി ഇല്ലയോ? മീഡിയ വൺ എന്തിനാ നിരോധിച്ച്? അവരെന്തോ തീവ്രവാദ പ്രവർത്തനം നടത്തി. അപ്പോൾ നിങ്ങൾക്ക് കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് അവർക്കെതിരെ ഒരു ന്യൂസ് വന്നാൽ ആ പത്ര ഓഫീസ് മൊത്തത്തിൽ അതിന്റെ ഉടയൻ വിറ്റിട്ട് വീട്ടിൽ പോയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്രപ്രവർത്തനം നിർത്തി ഷെയർ സഹിത 31% ഷെയറും അദാനിക്ക് വിട്ടിട്ട് വീട്ടിൽ പോയിരിക്കുന്നു. അപ്പോൾ ഇത് ശരിയല്ല. ഒരു പത്രപ്രവർത്തനത്തെയും അവർക്ക് യഥാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയണം. സത്യസന്ധമായ അഭിപ്രായങ്ങൾ, അതിൽ കള്ളത്തരം ഉണ്ടാകരുത്. ആ സത്യസന്ധമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നത് കള്ളമായിരുന്നുവെങ്കിൽ മീഡിയ വണ്ണിന്റെ ആ നിരോധനം സുപ്രീം കോടതി അംഗീകരിക്കുമായിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ തെറ്റ് കാണിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഈ പത്രപ്രവർത്തകർക്ക് 3 പേർക്ക്, ഞാൻ ന്യൂസ് 24ന്റെ കാര്യം പറഞ്ഞല്ലോ, ആ ഒരു പെൺകുട്ടിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് തെറ്റാണെങ്കിൽ അത് 100% തെറ്റാണ്, അങ്ങനെ കേസെടുക്കാൻ പാടില്ല. പക്ഷെ ഇത് കേരളത്തിൽ നടക്കുന്നതിന്റെ 100 മടങ്ങ് ഇന്ത്യയിൽ നടക്കും. അത് ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചാണ്. ഡൽഹി പോലീസിന്റെ കാര്യം ഷാജാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയി, അല്ലെങ്കിൽ പറയേണ്ടത് ഞാൻ താല്പര്യപ്പെട്ടിരുന്ന ആളല്ലത്. ഓക്കെ സന്ദീപ്, ദേശീയ തലത്തിൽ മാധ്യമപ്രവർത്തകരെ നരേന്ദ്രമോദി സർക്കാർ വിവിധ ഏജൻസികളെ വെച്ച് പീഡിപ്പിക്കുന്നതിൻ്റെ ഒരു ഹ്രസ്വരൂപമാണ് അഡ്വ ബലദേവ് ഇവിടെ അവതരിപ്പിച്ചത്. 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിലെ വസ്തുതാപരമായ 2 മിസ്റ്റേക്കുകൾ ആദ്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഈ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ പത്രക്കാരുടെ പരമോന്നത പീഠമൊന്നുമല്ല എന്ന് ബഹുമാനപ്പെട്ട അങ്ങനെ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനം അതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. അത് ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പത്രക്കാരുടെ ഒരു കൂട്ടായ്മ എന്ന് മാത്രമേ ഉള്ളൂ. അതിനല്ലാതെ ഈ പറയുന്ന വലിയ സാങ്ക്ടിറ്റി ഒന്നുമില്ല. ഇന്ത്യയിലെ എല്ലാ പത്രക്കാരുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് ചേർന്നുണ്ടാക്കിയ സംഘടനയല്ല പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ. ദില്ലിയിൽ പ്രവർത്തിക്കുന്ന പത്രക്കാരെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു ക്ലബ്ബ്, അത് മാത്രമേ അതിനകത്തുള്ളൂ. പിന്നെ 2, താങ്കളിപ്പോൾ പ്രസ് ഫ്രീഡത്തിൻ്റെ കാര്യം പറഞ്ഞു. ആ പ്രസ് ഫ്രീഡത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് എത്രമാത്രം വ്യാജമായ, ബോഗസായ, അല്ലെങ്കിൽ ഒരു പുല്ലുവിലയുള്ള റിപ്പോർട്ടാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യക്ക് മുകളിൽ ഫ്രീഡം ഓഫ് പ്രസ് ഉള്ള രാജ്യങ്ങളുടെ പേരുകൾ കൂടി താങ്കളത് പരിശോധിച്ചാൽ മതി. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ഇതൊക്കെ ഇന്ത്യക്ക് മുകളിലാണ് പ്രസ് ഫ്രീഡം. അപ്പോൾ എത്രമാത്രം ഉണ്ടാകും ആ ഒരു റിപ്പോർട്ടിൻ്റെ സാങ്ക്ടിറ്റി എന്ന് ഒരു വക്കീലായ താങ്കളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. താങ്കൾക്ക് തന്നെ ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇനി താങ്കളുടെ വാദത്തിന് വേണ്ടി ഞാനൊന്ന് ഒരു കാര്യം അംഗീകരിക്കട്ടെ. ഈ രാജ്യത്തിൻ്റെ പ്രസ് ഫ്രീഡം കണക്കാക്കുന്നത് എങ്ങനെയാണ് ബൽദേവ്? ഇതേപോലെയുള്ള സംസ്ഥാനങ്ങൾ കാണിക്കുന്ന തെമ്മാടിത്തങ്ങളുടെ കൂടെ രാജ്യത്തിൻ്റെ പട്ടികയിലാണ് വരുന്നത്. അങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതേപോലെ പിണറായി വിജയനെ പോലെ, മമതാ ബാനർജിയെ പോലെ, സ്റ്റാലിനെ പോലെയുള്ള ആൾക്കാർ ചെയ്യുന്ന തെമ്മാടിത്തങ്ങളും രാജ്യത്തിൻ്റെ പ്രസ് ഫ്രീഡത്തിന് എതിരായിട്ട് എണ്ണും. അപ്പോൾ അതും കൂടെ നമ്മുടെ പ്രസ് ഫ്രീഡത്തിൻ്റെ നടക്കുന്ന മാത്രമല്ല വരുന്നത്. അല്ല, ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരള ഇന്ത്യയിലല്ലേ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതും കൂടെ ചേരുന്ന ആകെ തുകയാണ് ഇന്ത്യയുടെ പ്രസ് ഫ്രീഡം. അപ്പോൾ അതും കൂടെ താങ്കൾ മനസ്സിലാക്കണം. അല്ലാതെ ഇന്ത്യക്ക് മാത്രമായ ഒരു പ്രസ് ഫ്രീഡം ഡൽഹി മാത്രമല്ല ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരളം കൂടെ ഉൾപ്പെട്ടതാണെന്ന് ദയവേത് അങ്ങ് മനസ്സിലാക്കണം. അപ്പോൾ ആ റിപ്പോർട്ടിന് അത്രത്തുള്ള സാങ്ക്ടിറ്റി ഉള്ളൂ, അത് പോയിക്കോട്ടെ. പിന്നെ മണിപ്പൂരിലെ വിഷയത്തിന് ഈ പ്രശാന്ത് ഭൂഷൺ എഡിറ്റേഴ്സ് ഗിൽഡിൽ മെമ്പറൊന്നുമല്ല. എഡിറ്റേഴ്സ് ഗിൽഡ് അതിനകത്ത് ഇടപെട്ട വിഷയം മണിപ്പൂരിലെ തകർക്കപ്പെട്ട ഒരു പള്ളിയുടെ ചിത്രം വ്യാജമായി പ്രസിദ്ധീകരിച്ചു എന്നതായിരുന്നു കേസ്.
അതിനാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടതും കോടതിയിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നപ്പോഴാണ് ആ നടപടികൾ അവസാനിച്ചത്. അതൊന്നും ഏതെങ്കിലും പ്രസ് ഫ്രീഡത്തിനെ തടയുന്നതിൻ്റെ ഭാഗമായിട്ടല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. അതായത് ഒരു രാജ്യത്ത് ഒരു വർഗീയ കലാപം നടക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വംശീയമായ കലാപങ്ങൾ നടക്കുമ്പോൾ പാലിക്കേണ്ട മിതത്വം മാധ്യമങ്ങൾ പാലിച്ചില്ല. അത് നാളെ നരേന്ദ്രമോദി ഭരിച്ചാലും പിണറായി വിജയൻ ഭരിച്ചാലും ചെയ്യേണ്ട മര്യാദകൾ പാലിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു കേസ് ഉണ്ടായത് എന്നുകൂടി താങ്കൾ മനസ്സിലാക്കുക. കാരണം താങ്കൾ കേട്ടിട്ടുണ്ട്, ജമ്മു കാശ്മീരിലായാലും മറ്റ് ചില സ്ഥലങ്ങളിലായാലും വലിയ വിഷയങ്ങൾ നടക്കുമ്പോൾ എന്തിനാണ് ഇൻ്റർനെറ്റ് വിച്ഛേദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? സ്വാഭാവികമായും അത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ വ്യാപരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ്റെ ഭാഗമാണ്. അതെല്ലാ സർക്കാരുകളും പാലിക്കുന്നതാണ്. അതാണ് നരേന്ദ്രമോദി സർക്കാരും ചെയ്തത്. അല്ലാതെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനായിരുന്നെങ്കിൽ ശ്രീ ബലദേവ്, ഈ കേരളത്തിൽ ഏതെങ്കിലും ചാനൽ ഉണ്ടാകുമായിരുന്നോ? താങ്കളുടെ പാർട്ടിയുടെ കൈരളി ചാനൽ പണ്ടേ പൂട്ടണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സെൽഫ് ഗോൾ അടിക്കുമ്പോൾ ഒരു മര്യാദക്കുള്ള സെൽഫ് ഗോൾ അടിക്കണ്ടേ? നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിന് രാജ്യത്തെ മാധ്യമങ്ങൾ പൂട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ എത്ര മാധ്യമങ്ങളുണ്ട് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നത് എന്നുകൂടി താങ്കളൊന്ന് ലിസ്റ്റ് എടുക്കണം. 900 ചാനലുകളും അതിൻ്റെ ഇരട്ടി ഓൺലൈൻ മാധ്യമങ്ങളും ഉണ്ടല്ലോ. ഓൺലൈനിലൊക്കെ ഇരുന്ന് വമിപ്പിക്കുന്ന വിഷം CPM സഖാക്കന്മാർ നടത്തുന്നത് കേട്ടാൽ പെറ്റതള്ള സഹിക്കില്ല എന്നുകൊണ്ട് സിനിമാക്കാരൻ പറഞ്ഞതുപോലെ അല്ലേ ബൽദേവ്? അതിനൊക്കെ എതിരെ നരേന്ദ്രമോദി സർക്കാർ നടപടി സ്വീകരിക്കാൻ പോയാൽ ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ ജനവും ജന്മഭൂമിയും മാത്രമല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവരെയൊക്കെ പൂട്ടാൻ ശ്രമിച്ചാൽ അങ്ങനെയൊന്നും ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ള ഒരേ ഒരു ഭരണാധികാരി ശ്രീമതി ഇന്ദിരയാണ് എന്ന് താങ്കൾ മനസ്സിലാക്കണം. അത് ഇടയ്ക്ക് പിണറായി വിജയനെ കാണാൻ അവസരം കിട്ടിയാൽ അദ്ദേഹത്തിന് കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ ഇന്ദിരയുടെ കൊച്ചുമകനെ പ്രധാനമന്ത്രിയാക്കാനാണല്ലോ നിങ്ങൾ നടക്കുന്നത്. അപ്പോൾ അന്ന് എന്തായിരുന്നു ഇന്ദിര? അപ്പം അന്ന് ദേശാഭിമാനി എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്ന് താങ്കൾക്കറിയുമോ? അന്ന് ദേശാഭിമാനിയുടെ എഡിറ്റർ P. ഗോവിന്ദപിള്ളയാണ്. അദ്ദേഹം ദേശാഭിമാനി അടച്ചുപൂട്ടിയിട്ട് ബിർള ഫൗണ്ടേഷൻ്റെ സ്കോളർഷിപ്പ് വാങ്ങി ബാംഗ്ലൂരിൽ ഉന്നത പഠനത്തിന് പോയ മഹാനാണ് P. ഗോവിന്ദപിള്ള. അന്ന് ദേശാഭിമാനി ഉണ്ടായിരുന്നില്ല അടിയന്തരാവസ്ഥ കാലത്ത്. അപ്പം അതുകൊണ്ട് അടിയന്തരാവസ്ഥയെ നേരിട്ട പത്രമാണ് ജന്മഭൂമി. ആ ചുളയിൽ നിന്നും ഉണ്ടായ സാധനമാണ് ജനം. അതുകൊണ്ട് ഇത്തരം ഓലപ്പാമ്പൊന്നും കാണിച്ച് ജനത്തെയും ജന്മഭൂമി അങ്ങ് വിരട്ടിക്കളയാം. പിണറായി വിജയൻ വിചാരിച്ചാൽ ജനവും ജന്മഭൂമി നാളെ നിന്നു പോകും എന്നുള്ള മിഥ്യാധാരണയൊന്നും വേണ്ട. ഇവിടെ ഇപ്പോൾ ശ്രീ KM ഷാജഹാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടു. രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ എവിടെയെങ്കിലും CPMൻ്റെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. കാരണം അവിടെയൊന്നും ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. നേരെ മറിച്ച് ഞങ്ങൾ നിങ്ങളുടെ ഈ ഫാസിസത്വത്തെ അതിജീവിച്ച് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം മുതൽ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഞങ്ങളെ പല രീതിയിലും പീഡിപ്പിക്കാൻ ശ്രമിച്ചു. VM കൊറാത്തിനെയും നെടുങ്ങാടി സാറിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ കഥകളൊക്കെ കേരളത്തിലുണ്ട്. ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് അടിയന്തരാവസ്ഥയെ അതിജീവിച്ച പത്രമാണ് ജന്മഭൂമി. അതുകൊണ്ട് ജന്മഭൂമിയെ പിണറായി വിജയൻ്റെ വിവരക്കേട് എനിക്കതിനകത്ത് പിണറായി വിജയനെ കുറ്റപ്പെടുത്താൻ ഞാൻ പൂർണ്ണമായും തയ്യാറാകുന്നില്ല. ഇന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് P. ശശിയാണ്. പിണറായി വിജയൻ അതിനകത്ത് യാതൊരു പങ്കുമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ അടുത്തുകൂടെ പോലും പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം P. ശശിയെ ഏൽപ്പിച്ചിട്ട് പിണറായി വിജയൻ കാരവനിൽ കയറി മുമ്പ് പറഞ്ഞ പോലെ വീട്ടിലെവിടെയോ ആണ്. അപ്പോൾ അതുകൊണ്ട് P. ശശി എഴുതി കൊടുക്കുന്ന ആ തിട്ടൂരങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ എന്ത് ആഭാസവും കേരളത്തിൽ നടക്കുമെന്നതാണ് അവസ്ഥ. അതുകൊണ്ട് നിങ്ങളത് നടത്തിക്കൊള്ളൂ. ഞങ്ങൾക്ക് അതിലൊന്നും പ്രശ്നമില്ല. അതിന് നിങ്ങൾ ദയവേത് നരേന്ദ്രമോദി ഒന്നും കൂട്ടുപിടിക്കണ്ട. നരേന്ദ്രമോദി ഏതെങ്കിലും മാധ്യമ സ്ഥാപനത്തിനെതിരെ നടപടി നരേന്ദ്രമോദി ഇൻ ദ സെൻസ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ടായിരുന്നു. ബൽദേവ്, താങ്കൾ BBC കാര്യം പറഞ്ഞല്ലോ. എന്താ BBC ഇപ്പം മിണ്ടാതിരിക്കുന്നത്? താങ്കളൊന്ന് തിരക്കുമോ? താങ്കളുടെ അഭിഭാഷകൻ കൂടിയാണല്ലോ. ലോകത്തെ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കുള്ള ഒരു സ്ഥാപനമാണല്ലോ BBC എന്ന് പറയുന്ന ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അവർക്ക് ബ്രാഞ്ചുകളില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് ബ്യൂറോകളില്ലാത്ത ഒരു രാജ്യവുമില്ലല്ലോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കുള്ള ഒരു സ്ഥാപനമാണ് BBC-യെ പോലെ പവർഫുൾ ആയിട്ടുള്ളൊരു മീഡിയ ഹൗസ് ഇന്നും ലോകത്തില്ല. എന്തുകൊണ്ടാണ് BBC അക്ഷരം മിണ്ടാതെ പണിയെടുക്കുന്നത് രാജ്യത്ത്? അങ്ങ് നരേന്ദ്രമോദി പേടിച്ച് മാളത്തിൽ ഒളിക്കുന്നവരാണോ BBC-യുടെ തലപ്പത്തിരിക്കുന്നവർ? അല്ല. ആദായ നികുതി വകുപ്പ് കണ്ടെത്തി നികുതി വെട്ടിച്ചു, മര്യാദയ്ക്ക് പിഴ അടച്ചല്ലോ. അത് ബൽദേവ് പറഞ്ഞില്ലായിരുന്നോ? BBC അവരുടെ അക്കൗണ്ടിൽ കൃത്രിമത്വം കാണിക്കുകയും രാജ്യത്ത് നിന്ന് ഉണ്ടാക്കിയ ഇൻകത്തിന് കൃത്യമായ ടാക്സ് അടയ്ക്കാതിരിക്കുകയും ചെയ്യുന്നതിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് കൊടുത്തു. മര്യാദയ്ക്ക് പിഴത്തുക അടക്കമുള്ളത് അടച്ചല്ലോ. ഇപ്പോൾ ഒരു മര്യാദയ്ക്ക് പണിയെടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ കാര്യം.
അല്ലാതെ നരേന്ദ്രമോദിക്കെതിരെയുള്ള ഡോക്യുമെന്ററി കാണിച്ചാൽ BBC-യെ എന്താ പറയുന്ന പൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് ചോദിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് അത് ഈ നിങ്ങൾ ഈ പറഞ്ഞ രാധിക എന്നുള്ളത് ബൃന്ദ കാരാട്ടിന്റെ അനുജത്തിയാണ്. അപ്പോൾ പ്രകാശ് കാരാട്ടിനെയോ ബൃന്ദയോ കാണാൻ പറ്റുന്ന അവസരമുണ്ടെങ്കിൽ ചോദിക്കണം എന്തിനാണ് അനിയത്തിയും അനിയനും കൂടെ ഈ ചാനൽ വിറ്റതെന്ന്. അത് അവരോട് ചോദിക്കായിരിക്കും നല്ലത്. എന്നോട് ചോദിച്ചിട്ട് കഥയില്ലല്ലോ. പൈസ അല്ല, അത് ഞാൻ ചോദിക്കുന്നത്. ഞാനൊരു കാര്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കാം. എന്തിനായിരുന്നു ജോൺ ബ്രിട്ടാസ് കൈരളിയിൽ നിന്ന് രാജിവെച്ച് ഏഷ്യാനെറ്റിൽ പോയത്? അത് ബ്രിട്ടാസിനോട് ചോദിക്കില്ലേ? എന്ന് പറഞ്ഞതുപോലെ പ്രണവോയ് എന്തിനാണ് നിരോധിച്ചു? അത് സുപ്രീം കോടതി എടുത്ത് പുറത്തു കളഞ്ഞു. സുപ്രീം കോടതിയിൽ ഇരിക്കും ജഡ്ജിമാര് മണ്ടന്മാരല്ലല്ലോ. അത് നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്തത് ശരിയല്ല എന്നുള്ളത് അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ അത് എനിക്കും ബൽദേവിന്റെ അഭിപ്രായമുള്ളത്. ഈ പല കാര്യങ്ങൾ ഇതിനു മുമ്പ് വേറെ പറഞ്ഞു. BBC-യുടെ കാര്യം പറഞ്ഞു. ഇനി ഒറ്റ മിനിറ്റ്, NDTV-യുടെ പ്രണവ് റോയ് നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ എന്താണെന്നുള്ളത് സമയമുള്ളപ്പോൾ ബൽദേവ് ഗൂഗിളിൽ തപ്പിയാൽ റിപ്പോർട്ടുകളിൽ നിന്ന് കാണാൻ കഴിയും. അതറിയാതെ വരരുത്. താങ്കളെ പറഞ്ഞതിനകത്ത് ഒരു ഹാഫ് ട്രൂത്ത് എന്ന് പറയുന്ന പോലെ പകുതി ബന്ധ സത്യം പറയരുത്. മീഡിയ വണ്ണിനെ നിരോധിച്ചതല്ല, അത് ആദ്യം മനസ്സിലാക്കുക. മീഡിയ വണ്ണിന്റെ ചില പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാരിന് സംശയം ഉണ്ടായതുകൊണ്ട് അതിനെ റെഗുലേറ്റ് ചെയ്തു. അവർ കൃത്യമായ ക്ലാരിഫിക്കേഷൻ കോടതി മുൻപാകെ കൊടുത്തു. കോടതി അംഗീകരിച്ചു, കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. അവരുടെ റെഗുലേഷൻ മാറി. റെഗുലേഷനും ബാനും രണ്ടും രണ്ടാണെന്ന് അഭിഭാഷകനായ താങ്കളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റ് ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മീഡിയ വണ്ണിന്റെ പ്രവർത്തനം നിരോധിച്ചു. അത് തന്നെ ശരി, അത് തന്നെയാണ്. എനിക്കിപ്പോ മനസ്സിലായി. തർക്കമില്ല. ആ മീഡിയ വൺ നിരോധിച്ചതിനെ കുറിച്ച് നമ്മൾ ഈ ചാനൽ ഉൾപ്പെടെ പല ചാനൽ 3-4 ചാനൽ ചർച്ച പങ്കെടുത്ത ആളുകൾ മീഡിയ വൺ നിരോധിക്കുകയാണ് ചെയ്തത് സുപ്രീം കോടതി. അത് ചാനൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ വണ്ണിന്റെ പ്രവർത്തനം എന്ന് സുപ്രീം കോടതി കണ്ടെത്തി. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായിട്ടാണ് വിധിക്കാൻ പറ്റും. സുപ്രീം കോടതി ആ കേന്ദ്ര ഗവൺമെന്റ് ഫൈൻഡിങ്സിനെതിരെ വിധി പറഞ്ഞു. അങ്ങനെയാണ് നിരോധനം മാറി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പൊ എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ബൽദേവ് എന്തായാലും AKG സെന്ററിൽ നിന്നുള്ള പാനലിസ്റ്റ് ആണെന്ന് എനിക്കിപ്പോ കൃത്യമായി മനസ്സിലായി. ആ ക്യാപ്സൂൾ കൃത്യമായി താങ്കൾക്കും എത്തുന്നുണ്ടല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. താങ്കൾ AKG സെന്ററിന്റെ പാനലിസ്റ്റ് തന്നെയാണ്. അതായത് മീഡിയ വണ്ണുകാർ പോലും പറയാത്ത വാദമാണ് അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദ ഇവിടെ പറയുന്നത്. മീഡിയ വൺ, അതായത് താങ്കൾക്കറിയാമോ, ഓരോ ചാനലിനും കൃത്യ കാലാവധി സ്റ്റിപ്പുലേറ്റഡ് പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് ലൈസൻസ് കൊടുക്കുക. 5 വർഷത്തേക്ക് കൊടുത്തു. 5 വർഷം കഴിയുമ്പോൾ എല്ലാ ചാനലും ഈ ജനം TV അടക്കം ഈ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ജനം TVയുടെയും ലൈസൻസ് പുതുക്കണം. ആ കാലാവധി ഒരു ഡ്യൂറേഷൻ ഉണ്ട്. എല്ലാ ചാനൽ ഇന്ത്യയിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ മീഡിയ വണ്ണിന്റെ ലൈസൻസ് പുതുക്കേണ്ട സമയമായപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇവരുടെ ചില പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് സംശയമുണ്ട്, അവരുടെ ലൈസൻസ് പുതുക്കാൻ സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെ വിളിച്ചു വരുത്തി, അവരുടെ വാദം കേട്ടു, അവർ പറഞ്ഞതെല്ലാം അംഗീകരിച്ചു. ബസ് അത്രേ ഉള്ളൂ. അല്ലാതെ ആരും അതിനെ ബാൻ ചെയ്തിട്ടില്ല. ഏഷ്യാനെറ്റിന് വിലക്ക് വന്നല്ലോ. സാധ്യമായി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാതെ ഞങ്ങളൊക്കെ മീഡിയ വണ്ണിന്റെ പ്രവർത്തനം പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ വൺ നിരോധിക്കുക ചെയ്തേ. പറയാൻ വേണ്ട. അപ്പൊ അതുകൊണ്ട് BJP ഓഫീസിലുള്ള ക്യാപ്സൂളുമായിട്ട് അദാനിക്കെതിരെ ചർച്ചയ്ക്ക് വന്നപ്പോ 15 പേര് 15 ചാനൽ ഒരേ വാചകം പറഞ്ഞ് കേട്ടോണ്ടിരുന്നവനാ ഞാൻ. BJP-ക്കാരെ അദാനിക്കെതിരെയുള്ള വന്നപ്പോ ക്യാപ്സൂളൊന്നുമില്ല. പേപ്പർ വായിക്കുകയും ചെയ്യുന്നത് അതൊന്നുമില്ല. അതുകൊണ്ട് ഇല്ലായ്മ പറഞ്ഞങ്ങ് പോരുത്. മീഡിയ വണ്ണിനെ നിരോധിച്ചത് ലൈസൻസ് പുതുക്കാൻ അതൊക്കെ പറഞ്ഞാല ഈ കേട്ടോണ്ടിരിക്കുന്നവരെ മണ്ടന്മാരാക്കുന്നില്ല. ഇതൊക്കെ അങ്ങനെ. പിന്നെ ചാനലിന്റെ കാര്യമൊക്കെ പറഞ്ഞു. 9 മണി കഴിഞ്ഞ കൊണ്ട് തിരുന്നേ ഓരോ ചാനൽ ഇരിക്കുന്ന ഹിന്ദി ചാനൽ, ഹിന്ദി അറിയായിരിക്കും. ഇന്ത്യ, ഭാരത് TV, ന്യൂസ് 18, NDTV, ആജ് തക് അങ്ങോട്ട് ഇരിക്കുക.
9 മണി കഴിഞ്ഞിരിക്കുക എല്ലാം നരേന്ദ്രമോദിയുടെ സ്തുതിപാഠകരാ. ഇന്ത്യയിലെ മൊത്തം ചാനലുകളും അല്ല 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 രണ്ട് മിനിറ്റ് വെറുതെ ഒന്ന് വിശ്രമിക്കൂ. 9 മണി കഴിഞ്ഞ് ബലദേവ് ഇനി 2 മിനിറ്റ് വിശ്രമിക്കൂ. ഭാരത് TV, ന്യൂസ് 18, കഴിഞ്ഞ ആഴ്ചയിൽ രാജ്യത്തക്കിൽ പ്രൈം മിനിസ്റ്ററുടെ അഭിമുഖം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച രാജ്യത്തക്കിൽ ഹാളിൽ വെച്ച് അവിടെ ആരാ അവിടെ ഇരുന്നത്? അപ്പൊ അതുകൊണ്ട് ഈ 9 മണി കഴിഞ്ഞ ഡൽഹി ചാനലുകൾ, ആ ഡൽഹിയിൽ നിന്ന് വരുന്ന ചാനലുകൾ മൊത്തത്തിൽ നരേന്ദ്രമോദി സ്തുതിച്ചുകൊണ്ടുള്ള ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. മറ്റു ചാനലുകൾക്ക് ഇന്ത്യയിൽ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ചാനലുകളെല്ലാം നരേന്ദ്രമോദി സ്തുതി അല്ലെങ്കിൽ പ്രണവ് രവിയുടെ അനുഭവം വരെ തർക്കമൊന്നുമില്ല, അല്ലെങ്കിൽ മീഡിയ വണ്ടിന്റെ അനുഭവം. അതുകൊണ്ട് കേരളത്തിലോട്ട് അത്രയും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറെ ചാനലുകൾ ഇവിടെ നിലനിൽക്കുന്നു. അല്ലെങ്കിൽ അതും നിങ്ങൾ എന്നേ നിരോധിച്ചേനെ. മീഡിയ വൺ നിരോധിച്ചപ്പോ സുപ്രീം കോടതി എടുത്ത് കളഞ്ഞുകൊണ്ടാ ബാക്കി ചാനലുകൾ നിരോധിക്കാത്തത്. ഇന്നിരിക്കാം 9 മണിക്ക് ഇന്നിരിക്കാം, ഞാനിരിക്കാം. നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് നിർത്തൂ. 2 മിനിറ്റ് ഒന്ന് വിശ്രമിക്കൂ. ഒരു 2 മിനിറ്റ് ഒന്ന് വിശ്രമിക്കൂ. സ്തുതിയാണ് മൊത്തം ചാനലുകളും. 2 മിനിറ്റ് തരൂ. ഞാൻ പേര് സഹിതം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഒരു ചാനലായാലും നിങ്ങളൊരു 2 മിനിറ്റ് ഇയാൾക്ക് സമയം കൊടുക്ക്. ഞാൻ ഒരു വാചകം കൂടെ അല്ല, ഇനി ശരിയല്ല നിങ്ങൾ ചെയ്യുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ് ഈ കാണിക്കുന്നത്. പത്രക്കാർക്ക് സ്വാതന്ത്ര്യം വേണം, അതിനൊന്നും ഞാൻ എതിരില്ല. പരിപൂർണ്ണ സ്വാതന്ത്ര്യം പത്രക്കാർക്ക് കൊടുക്കണം, മാധ്യമങ്ങൾ കൊടുക്കണം, അതിനുള്ള. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റും. ഓക്കെ സന്ദീപേ, പെട്ടെന്ന്. അല്ല, ഈ പണ്ടാരോട് പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിസ്റ്റുകാരനെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ സാഹസമാണ്. ഞാൻ അതുകൊണ്ട് അതിന് മുതിരുന്നില്ല. താങ്കൾ ഈ മീഡിയ വണ്ണിൻ്റെ കാര്യമൊക്കെ താങ്കൾ തന്നെ വീട്ടിലിരുന്നിട്ടൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് എന്താ സംഭവിച്ചത് താങ്കൾ തന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും താങ്കളുടെ വാദത്തിൽ താങ്കൾ ഉറച്ചു നിന്നുള്ളൂ. പിന്നെ പറഞ്ഞു വന്ന കാര്യം, അപ്പോൾ ഈ സിദ്ദിഖാപ്പൻ എന്ന് പറയുന്ന ഒരാൾ ഉത്തർപ്രദേശിലെ ഹത്രാസിലേക്ക് പോയ സമയത്ത് SDPI പോപ്പുലർ ഫ്രണ്ടുകാരുടെ സഹായം ഉപയോഗിക്കുകയും അവരുടെ ഇടനിലക്കാരനായി നിൽക്കുകയും ചെയ്ത ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. അയാൾക്കെതിരെ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കേസ്, ഒരു ഡെവലപ്മെൻ്റ് എന്നുള്ളത് അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ മാപ്പുസാക്ഷിയായി വീണ്ടും കേസ് അവിടെ നടക്കട്ടെ, അതവിടെ നടക്കട്ടെ. അതുകൊണ്ട് അന്ന് എന്തായിരുന്നു പിണറായി വിജയനും ഇടതുപക്ഷ നേതാക്കന്മാരും ഉറഞ്ഞു തുള്ളിയത് എന്ന് കേരളം കണ്ടതാണ്. അപ്പോൾ ഒരു മത ഭീകരവാദ സംഘടനയ്ക്ക് വേണ്ടി കുഴലൂത്തു നടത്താൻ ഒട്ടും മടിയില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഏതെങ്കിലും ഒരു വാളയാറിൽ നമ്മുടെ വാളയാറിൽ പീഡിപ്പിക്കപ്പെട്ട വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിച്ച സ്ത്രീകളുടെ ദൃശ്യം പകർത്തിയ മാധ്യമപ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാത്ത കേസെടുക്കുന്നതും ഒരുപോലെയാണ് എന്ന് വാദിക്കാനുള്ള താങ്കളുടെ മനക്കെട്ടിയുണ്ടല്ലോ, ആഭാരമാണ്. താങ്കളുടെ തൊലിക്കെട്ടി അതിലും വലുതാണ്. അങ്ങനെയല്ല സാർ ഇതിനെ കാണേണ്ടത്. എങ്ങനെയാണ് മാധ്യമപ്രവർത്തനത്തോട് പിണറായി വിജയൻ ഇത്രയേറെ അസഹിഷ്ണുത തോന്നുന്നത്? അവിടെ മുമ്പ് പറഞ്ഞു, ഇരട്ടത്താപ്പിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് കേരളത്തിൽ ജനജീവിതം എന്നുള്ളത് പിണറായിയുടെ കനിവിൽ മാത്രമാണ്. പിണറായി വിജയൻ ഇഷ്ടമുള്ളവർക്ക് മാത്രം എന്ത് സ്വൈര്യ സഞ്ചാരവും കേരളത്തിൽ നടത്താം, എന്ത് തെമ്മാടുത്തവും നടത്താം. PV അൻവർ എന്ന് പറയുന്ന ഒരു MLA കേരളത്തിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളെ പറ്റി താങ്കൾക്കറിയാമോ? മാധ്യമപ്രവർത്തകർക്ക് നമ്പറിട്ട്, ചെസ് നമ്പറിട്ട് അവരെ വിധിച്ച PV അൻവർ എന്ന് പറയുന്ന MLA പിണറായി വിജയന്റെ മൂക്കിന് കീഴിൽ വന്നിരുന്നിട്ടാണ് ഇവിടെ നിയമനിർമ്മാണം നടത്തുന്നത് എന്നും താങ്കൾ മറന്നു പോകരുത്. അതുകൊണ്ട് കേരളത്തിലുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റിയോ പൗരസ്വാതന്ത്ര്യത്തെ പറ്റിയോ ഒക്കെ അറിയണമെങ്കിൽ ഈ ദന്തഗോപുരത്തിൽ നിന്ന് വെളിയിലിറങ്ങി പരിശോധിക്കുമ്പോൾ നമ്മുടെ മറിയക്കുട്ടിച്ചേട്ടത്തെ പോലെയുള്ളവർ പറഞ്ഞു തരും കേരളത്തിൽ എന്താണ് നടക്കുന്നത്. അതുകൊണ്ട് രണ്ടിനെയും ദയവ് ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്തതെന്ന് മാത്രമേ എനിക്ക് താങ്കളോട് അഭ്യർത്ഥിക്കാനുള്ളൂ. യെസ് സന്ദീപ്, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഷാജഹാൻ, എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഈ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പിണറായിയെ വിമർശിക്കുന്ന, സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമങ്ങളെ ഒക്കെ ഇങ്ങനെ അവരുടെ വാമൂടിക്കെട്ടി അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുത്ത് അവരെ നിർവീര്യമാക്കാം, നിർജീവമാക്കാം എന്നത് ഒരുപക്ഷെ ഈ പിണറായിയുടെയും പരിവാരങ്ങളുടെയും ആഗ്രഹമായിരിക്കും. ഇപ്പോൾ കേസുകൾ വരട്ടെ, അതെന്തായാലും നിയമപരമായിട്ട് ഞങ്ങൾ നേരിടും, അതിലൊന്നും ഒരു വീഴ്ചയും ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും ഈ ഒരു ധാർഷ്ട്യം ഇത് ഒരു ഭരണാധികാരിക്ക് ഭൂഷണമാണോ? ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? പോലീസ് വെറും അടിമകളെ പോലെ പ്രവർത്തിക്കുന്നത്
ശരിയാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് എനിക്ക് സമയം കിട്ടുമെന്നറിയില്ല. എന്നാലും ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ മീഡിയ വണ്ണിൻ്റെ കാര്യം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഞാൻ മീഡിയ വൺ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത സമീപനത്തോട് വിയോജിക്കുന്ന ഒരാളാണ് ബൽദേവ് സച്ചിദാനന്ദനെ പോലെ. പക്ഷേ ബൽദേവ് സച്ചിദാനന്ദൻ ഒരു സീനിയറായിട്ടുള്ള പരിണതപ്രജ്ഞനായിട്ടുള്ള അഭിഭാഷകനാണ്. അദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് വളരെ സ്വസ്ഥമായിട്ടിരുന്നൊന്ന് പരിശോധിക്കണം. അത് പിന്നെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കുകയാണ് ചെയ്തത്. ആ റദ്ദാക്കിയതിനെതിരായിട്ട് മീഡിയ വൺ അവിടെ പോയി. മീഡിയ വൺ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള വിധിയാണ് പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. അതിനൊന്നും എനിക്ക് ആ ഒരു സംശയവുമില്ല. പക്ഷേ അവരെ നിരോധിച്ചു എന്ന് വിളിച്ചു പറയുമ്പോൾ അത് ബൽദേവ് സച്ചിദാനന്ദൻ്റെ തന്നെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നുള്ളത് വീട്ടിൽ ചെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിയുമ്പം ബൽദേവ് സച്ചിദാനന്ദന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുമ്പോൾ മോഡിയുടെ ഇത് പറയുക എന്ന് പറയുമ്പോൾ അത് ഒരു 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 ദയനീയ അവസ്ഥയാണ് കാണിക്കുന്നത്. അതിവിടെ മാത്രമല്ല, ഇപ്പോൾ അഴിമതിയെക്കുറിച്ച് പറയുമ്പോഴും ബൽദേവ് സച്ചിദാനന്ദൻ വന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് അഴിമതിയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ആ കസേരയിരുന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് CPM-കാർ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു പരമദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഞങ്ങൾ 10 കോടി രൂപയുടെ നിങ്ങളുടെ 10 കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞാൽ ഉടനെ നിങ്ങൾ 100 കോടി രൂപയുടെ അഴിമതി, ആ നിലയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. അതാണ് നിങ്ങളുടെ ഒരു അവസ്ഥ. പക്ഷേ ഞാൻ ബൽദേവ് സച്ചിദാനന്ദനോട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം, വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് ആ സമയത്ത് ഇപ്പോൾ കുറച്ചൊക്കെ ബൽദേവ് സച്ചിദാനന്ദനെ ഇതൊക്കെ തന്നെ ന്യായീകരിക്കേണ്ട തെറ്റാണെന്ന് പറയേണ്ട ഒരു സ്ഥിതി വന്നു. അതൊന്നുമല്ല, അതിഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ബൽദേവ് സച്ചിദാനന്ദനോട് എൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം. ഞാൻ രൂക്ഷമായി വിമർശിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഒരു വേദിയുടെ ഭാരവാഹിയും കൂടെയാണ്. എന്നോട് ഒന്ന് സൂക്ഷിച്ചോണം എന്ന് ഒരു സന്ദേശം വന്നിട്ടുണ്ട്. അത് ഞാൻ ബൽദേവ് സച്ചിദാനന്ദൻ്റെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജനം ചാനലിൽ പൊതുജനങ്ങളോടും കൂടി ഞാൻ പറയുകയാണ്, ഒരല്പം കെയർഫുൾ ആയിക്കോണം ഷാജഹാൻ എന്നുള്ള ഒരു പിന്നെ സന്ദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ 2017 ഈ പറഞ്ഞ പോലെ അല്ല, അതൊരു ക്രൂരമായി പോയി ആ ചിരി. അങ്ങനെ ചിരിക്കരുത്. ഗൗരവമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇതുപോലെ പരിഹസിച്ച് ചിരിക്കരുത്. അതൊരു മര്യാദകളാണ്. അവിടെ നിൽക്കട്ടെ. 2017 ഒരു സമരം കാണാൻ പോയ ഞാൻ 6 ദിവസം ജാമ്യമില്ലാതെ അവിടെ കിടന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ എൻ്റെ കാര്യം പറയുന്നത് ഇതിൻ്റെ ഒരു ഗൗരവാവസ്ഥ പറയുന്നതാണ്. അതുകൊണ്ട് അത് ഗൗരവമായിട്ട് കണക്കാക്കണം. ഇനി നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും മാധ്യമപ്രവർത്തകരോട് ഈ കാണിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് സമ്മതിക്കണം. അത് ഓരോന്ന് ഞാനെടുത്ത് പറയുന്നില്ല. ഷൂ എറിഞ്ഞ കേസ് വന്നപ്പോൾ 120B 308 വിട്ടു. മനസ്സിലായില്ലേ? ആ ഷൂ എറിഞ്ഞവനെതിരെ പോലും അത് ഇടാൻ പാടില്ല എന്ന് പെരുമ്പാവൂർ കോടതി പറഞ്ഞു. നിങ്ങൾ മീഡിയ വണ്ണിൻ്റെ കാര്യം പറഞ്ഞ പോലെ പെരുമ്പാവൂർ കോടതി അതിനകത്ത് ചവറ്റുകൊട്ടെ കളഞ്ഞു. അതിന് മാസങ്ങൾക്ക് മുമ്പ് പിന്നെ ഏഷ്യാനെറ്റിലെ എറണാകുളത്തെ ഒരു അഖില നന്ദകുമാർ എന്നും പറഞ്ഞിട്ട് ഒരു സ്ത്രീക്കെതിരെ വന്നു. അതും ചവറ്റുകൊട്ടെ കളഞ്ഞു കോടതി എടുത്ത്. ചവറ്റുകൊട്ടെ പോലും അതിപ്പോൾ കാണില്ല. അതിനുശേഷം പിന്നെ ഇപ്പോൾ അത് 24 ന്യൂസിലെ ഒരു സ്ത്രീക്കെതിരെ കേസെടുത്തു. വിനീത വിജി അല്ലേ, അവർക്കെതിരെ കേസെടുത്തു. ഇതൊക്കെ ശുദ്ധ തോന്നിയാസവും ചെറ്റത്തരവും അല്ലേ? ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഗവർണർ കരികോടി കാണിച്ച സമയത്ത് എങ്ങനെയാണ് പത്രക്കാർ വന്നത്? ഈ SFI-കാരൻ വിളിച്ചു പറഞ്ഞിട്ടല്ലേ? അല്ലേ? SFI-കാരൻ ഏത് സമരം പറഞ്ഞാലും വിളിച്ചു പറയില്ലേ? ഇനി നിങ്ങൾ അഭിഭാഷകനായിട്ട് ഞാൻ ചോദിക്കുക, ഈ ചാനലിൽ നേരത്തെ പറഞ്ഞ വിഷയം ഞാൻ ചോദിക്കുകയാണ്. SFI-യുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ 42 കേസിൽ പ്രതി, വധശ്രമ കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള അയാളുടെ ജാമ്യം റദ്ദാക്കി കഴിഞ്ഞ 3-ാം മാസം ഹൈക്കോടതി. അയാൾ ഗവർണറെ വന്നിട്ട് ചെറ്റെ പട്ടി തെണ്ടി എന്നൊക്കെ വിളിച്ചു. അയാളുടെ ജാമ്യം റദ്ദാക്കി അയാളെ പിടിച്ച് അകത്താക്കാത്തത് എന്താ? കാരണം സർക്കാരിന് അതിനകത്ത് താല്പര്യമില്ല. സർക്കാരിൻ്റെ ആളാണവൻ. അതുകൊണ്ട് അയാൾക്കെതിരെ നടപടിയില്ല. ഇപ്പം തന്നെ ജനചാനലുകാർക്കെതിരെ ചെയ്തിരിക്കുന്നത് എന്താണ്? ജോർജ് ജോസഫ് പറഞ്ഞ പോലെ അവിടെ ഇടിച്ചു കയറി പോയവരുടെ അതേ വകുപ്പ്. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്നറിയാവോ? ഇതൊക്കെ ചെയ്യുന്നത് ഭീഷണിപ്പെടുത്തുകയാണ്. ഇതൊക്കെ ചെയ്യുന്നത് ഭയപ്പെടുത്തുകയാണ്. ഈ പിണറായി വിജയൻ ഈ ആനപ്പുറത്ത് കയറിയിരിക്കുകയാണ്. ആനപ്പുറത്ത് കയറി ഇരുന്നാൽ ആ തഴമ്പ് അവിടെ കാണുമെന്ന് തെറ്റിദ്ധരിക്കരുത് പിണറായി വിജയ. ഞാൻ പിണറായി വിജയനോടാണ് പറയുന്നത്, ബൽദേവ് സച്ചിദാനന്ദനോടല്ല. അതുകൊണ്ട് കേരളത്തിലെ സ്ഥിതി സ്ഫോടനാത്മകമാണ്. ആർക്കെതിരെയും എന്തും സംഭവിക്കാം. തല ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചാലും കാരുണ്യ പ്രവർത്തനം ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്ന ഒരു തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണാധികാരി. അയാൾ മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരം വരെ നവകേരള സദസ്സ് നടത്തിയപ്പോഴത്തേക്കും യൂത്ത് കോൺഗ്രസ്സുകാരെ മുഴുവൻ തല്ലിച്ചതച്ചവരാരാ? പോലീസല്ല. പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോൾ ശരിയാണെന്ന് പറയണമെന്നല്ല ഞാൻ പറയുന്നത്.
അയാളുടെ DYFIയുടെ കുറെ വൃത്തികെട്ടവന്മാർ വന്ന് അവിടെ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചു. അതിന് മുഴുവൻ ഗുഡ് സർട്ടിഫിക്കറ്റ് എൻട്രി കൊടുക്കുന്ന ഒരു ഭരണാധികാരി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളെ എനിക്ക് പോലും എന്തെങ്കിലും സംഭവിച്ചാലൊന്നും അത്ഭുതപ്പെടാനില്ല ബലദേവ സച്ചിദാനന്ദന. അപ്പോഴും നിങ്ങൾ കാപ്സ്യൂളുമായിട്ട് ജനചാനലിൽ കാണും. അത് ഷാജഹാൻ 8 ദിവസം ജയിലിലിട്ടെങ്കിൽ ഷാജഹാൻ അത് ഡിസർവ് ചെയ്യുന്ന ആളാണ് എന്ന് പിന്നെ ചില CPM നേതാക്കന്മാർ അവർ ഒന്ന് പറഞ്ഞതാണ്. മനസ്സിലായില്ല? അതിന് 6 വർഷം കഴിച്ചിട്ടും അതെന്ത് സംഭവിച്ചു എന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് എന്തും എവിടെയും എപ്പോഴും സംഭവിക്കാൻ കഴിയുന്ന അതിഗുരുതരമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനവും എന്ത് വൃത്തികേടും നടന്നാലും അതിനെ കണ്ണടച്ച് ന്യായീകരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ പേപ്പട്ടിയെ പോലെ തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന, എനിക്കറിയില്ല എന്താണ് ഈ പിണറായി വിജയനെ കുറിച്ച് പറയാൻ കഴിയുക എന്നുള്ളത്. പക്ഷേ പിണറായി വിജയൻ ലോകത്തും ഇന്ത്യയിലുമൊക്കെ ഇതുപോലെ ചെയ്തവർ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ എവിടെയാണ്? ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ തപ്പിയാൽ പോലും കിട്ടില്ല. ഹിറ്റ്ലറിനെയും മുസോളിനിയെയും ഒക്കെ തന്നെ, ആ ഫാസിസ്റ്റുകളെയൊക്കെ തന്നെ. അപ്പോൾ അത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഇയാളൊന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അയാളിൽ ചരിത്രം അവസാനിക്കുന്നില്ല എന്നുള്ളത് അയാൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അയാളും കുടുംബവും തറവാട്ട് സ്വത്തല്ല കേരളം എന്ന് അയാൾ മനസ്സിലാക്കിയിരിക്കും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരാപ്തവാക്യമുണ്ട്: ഒരു ധീരന്, ഒരു ധൈര്യശാലിക്ക് ഒരു മരണമേ ഉള്ളൂ. അതേസമയം ഒരു ഭീരു ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് ആപ്തവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ ഈ സമൂഹത്തിലുണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത്തരം ഭീഷണി കൊണ്ടൊന്നും ഇത്തരം ഈ പറഞ്ഞതുപോലെ ചപ്പടാച്ച് കാണിച്ചൊന്നും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ പിന്തിരിപ്പിക്കാം എന്ന് പിണറായി വിജയൻ ധരിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ മൂഢസ്വർഗത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. എനിക്ക് ബലദേവ് സച്ചിദാനന്ദനെ പോലുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള അഭിഭാഷകരോട് പറയാനുള്ളത്, നിങ്ങളെപ്പോലുള്ളവർ ഇനിയെങ്കിലും നെഞ്ചത്ത് കൈവച്ച് ഈ വൃത്തികേടുകൾക്കെതിരെ രംഗത്ത് വരണം. അല്ലെങ്കിൽ നിങ്ങളെയും നേരത്തെ സന്ദീപ് വാചസ്പതി പറഞ്ഞതുപോലെ AK സെൻറ്ററിൽ നിന്ന് ക്യാപ്സ്യൂള് വിഴുങ്ങിയിട്ട് വന്ന് അത് ചാനലിലിരുന്ന് ഛർദ്ദിക്കുന്നവരാണ് എന്നുള്ള ആരോപണം നിങ്ങളത് ചെയ്യുന്ന ആളാണെന്നല്ല ഞാൻ പറയുന്നത്. ആ ആരോപണം കേൾവിക്കാർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അത് നിങ്ങളുടെ വിശ്വാസ്യതയെ വല്ലാതെ ബാധിക്കും എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. യെസ്, മിസ്റ്റർ പിണറായി, ഞങ്ങൾക്കെടുത്തിരിക്കുന്ന കേസ് കള്ളക്കേസാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഇമാതിരി ചപ്പടാച്ചി കാണിച്ച് ഞങ്ങളെയൊക്കെ വിരട്ടി വരുതിയിലാക്കാം എന്നാണ് താങ്കളും പരിവാരങ്ങളും കരുതുന്നതെങ്കിൽ അത് തെറ്റിപ്പോയി. അധികാരത്തിൻ്റെ ദന്തഗോപുരത്തിൽ അവസാന കാലം വരെ ഇങ്ങനെ സുഖിച്ചിരിക്കാം എന്ന് താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ അതും തെറ്റിപ്പോയി. ഈ കേസുകളെ നിയമപരമായി നേരിടും. ഞങ്ങൾക്കൊട്ടും ഭയമില്ല. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.